ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പാട്ട് പാടാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായി ഞാൻ പാട്ടൊക്കെ പാടിയിട്ട്, അപ്പം പാട്ട് പാടാമെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് കുറച്ച് വിശേഷങ്ങൾ കൂടി പറയാനുണ്ട്. വലിയ വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ പറയാൻ കൂടി കരുതിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് ഇന്ന് 1-ാം തീയതിയാണ്, ഒക്ടോബർ 1-ാം തീയതിയാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ചൊവ്വാഴ്ചകളിലൊക്കെ അമ്പലം തുറന്ന് പൂജ വഴിപാടുകളൊക്കെ നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യക്കുട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ ചെയ്തിട്ട് പിന്നെ അംഗൻവാടി അവനെ കൊണ്ടാക്കി. അവനൊന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അംഗൻവാടി പോയപ്പോൾ. ഇപ്പം ഞാൻ ചെമ്മീൻ കമ്പനിയിൽ കുറച്ച് നാളായിട്ട് 2 മാസത്തോളമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ നിർത്തിയിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ കാല് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. ഷുഗർ കാരണം അച്ഛന് കണ്ണ് മങ്ങലുണ്ട്. അതുപോലെ ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛന് കണ്ണ് മങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ്റെ തരിപ്പ് മുമ്പൊക്കെ ഇങ്ങനെ ഷുഗർ കൂടുകയും പഴുത്ത് പൊട്ടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയതായിട്ട് കട്ടൊക്കെ ചെയ്ത് വിരൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അച്ഛന് ഈ കാലിന് തരിപ്പ് ഉള്ളത് കൊണ്ട് അച്ഛന് വേദന പൊട്ടിയാലൊന്നും അച്ഛന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അച്ഛൻ്റെ കാല് കണ്ട് അങ്ങനെ പൊട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണുകയും 2 ആഴ്ചത്തെ മരുന്ന് തരുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ അച്ഛൻ ഇത്തിരി നേരം നടക്കുമ്പോഴേക്കും കാലിൽ കൂടെ ബ്ലഡ് വരികയാണ്. അപ്പം ഞാനും അനിയണ്ണനൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യക്കുട്ടനെ അംഗൻവാടി കൊണ്ടാക്കാനും പറ്റുന്നില്ല. അവൻ ഇവിടെ കിടന്ന് ഓട്ടമാണ്. അതിൻ്റെ പിന്നാലെ അച്ഛന് ഓടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അനിയണ്ണൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ചോറും കറിയൊക്കെ വയ്ക്കണം. അമ്പലത്തിൽ പോയിട്ടൊക്കെ തിരിച്ച് വന്നോളൂ. നല്ല വെയിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, നല്ല വെയിലുണ്ട്. ഞാൻ തുണികൾ അത്യാവശ്യമൊക്കെ ഞാൻ കഴുകി. ഇനി പുതപ്പും പിന്നെ പായൊക്കെ കൂടി ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചോറും കറിയൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ കഴുകുള്ളൂ. സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ച് മെല്ലെ കഴുകി ഇടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എഴുതിയിരിക്കണം. പിന്നെന്താ വിശേഷം? പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടതില്ല, എൻ്റെ വീഡിയോ കണ്ട് തന്നെ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു അല്ലേ. വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാടവും ഇതൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഫ്രണ്ട്സ് ഏത് വീഡിയോ ഷോർട്ടാണെങ്കിലും ഏതിനാണെങ്കിലും ഞാനിങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും നിന്നിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് പാട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഉണ്ടാവില്ലേ വിഷമങ്ങളും പിന്നെ പ്രശ്നങ്ങളൊക്കെ. എനിക്കും ഉണ്ട് കേട്ടോ അതുപോലെ കുറേ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ സങ്കടം മറ്റൊരാൾക്ക് സങ്കടം ആയിരിക്കില്ല. പക്ഷെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ കുറേ വിഷമങ്ങളും പിന്നെ കുറേ പ്രതീക്ഷകളും കുറേ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ആരും കാണാതെ സങ്കടം വരുമ്പോൾ കരയുള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒറ്റയ്ക്കിരുന്ന് എനിക്ക് സങ്കടം വന്നാൽ ഞാൻ കരയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഞാനത് കരഞ്ഞ് തീർത്ത് പിന്നെ വീണ്ടും ഹാപ്പി ആകുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ പാട്ട് പാടലും കഥ എഴുതലും എത്ര സങ്കടം ഉണ്ടെങ്കിലും പാട്ട് പാടിയും ചിരിച്ചൊക്കെ ഞാൻ എപ്പോഴും നടക്കാറുള്ളൂ കേട്ടോ. പിന്നെ കുറേ സഹിക്കാൻ പറ്റാതെ ഞാൻ ഡയറിയിലൊക്കെ ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എഴുതുന്ന ഡയറിയാണ് കേട്ടോ. ഇതിൽ ഞാനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പിലായിട്ട് പാടിക്കേൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കരുതുകയാണ്. എന്താ പറഞ്ഞു വെച്ചാൽ ഷോർട്ട് മാത്രം നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചു ഒരു യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്തായാലും ഇറങ്ങി തിരിച്ചു. ഒരുപാട് കഴിവുകളൊന്നുമില്ല, ഒത്തിരി കഴിവുകളൊന്നും എനിക്കില്ല. എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത്. നല്ല കഴിവുകളൊന്നും ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ ഞാൻ. എന്നാലും യൂട്യൂബ് ചാനൽ നമ്മളത് തുടങ്ങാനൊരു മനസ്സ് കാണിച്ചല്ലോ എന്ന് കരുതി എനിക്ക് ഒത്തിരി പേരൊക്കെ എന്നോട് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പം എൻ്റെ അവിടെ പാലക്കാട് ആണെങ്കിലും ഇവിടെ ആണെങ്കിലും പിന്നെ ഇപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കാണുകയും പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ കാണാതെയുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ എന്നെ ഒത്തിരി കൂട്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാനും അതുപോലെ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. അപ്പോൾ എനിക്കതൊരു നല്ല സന്തോഷം തന്നെയാണ്. എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാമെന്ന് കരുതിയാണ്. അപ്പോൾ നമുക്ക് വാച്ച് അവർ കൂട്ടണം. എനിക്ക് വാച്ച് അവർ കുറവാണ്. ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്, ലോങ് വീഡിയോ ചെയ്യാറില്ല. പിന്നെ എല്ലാവരും
ഇങ്ങനെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞ് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നവരുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഞാൻ കൂടുതലും കഥയോ കവിതയോ ഭക്തിഗാനോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ ലോങ്ങിൽ ഇടുന്നത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹമില്ലാതെയല്ല. പക്ഷേ എൻ്റെ ഏട്ടന് അതിലൊന്നും വലിയ താല്പര്യവും ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറയാതെ അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യാതിരിക്കുന്നത്. അപ്പം കൂടുതൽ ലോങ് വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കഥയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആളെ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് കഥ, കവിത അതുപോലുള്ള ഇതൊക്കെയാണ് ലോങ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് വാച്ച് അവർ ഉണ്ടാകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ഏട്ടൻ, എൻ്റെ അതായത് എൻ്റെ ഭർത്താവ് കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ലതും പറയാറുണ്ട്, ചീത്തയും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് വട്ടാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതിനാണ് എനിക്ക് സപ്പോർട്ടാണ് എല്ലാവരേക്കാൾ കൂടുതൽ എനിക്ക് സപ്പോർട്ട് ആളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ അത് എടുത്തെടുത്ത് പറയും കേട്ടോ. കാരണം അതിനാണ് എൻ്റെ വീഡിയോയ്ക്ക് മുമ്പിൽ, ഫോണിന് മുമ്പിൽ വരാനൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷെ ആൾക്ക് എനിക്ക് ലൈക്ക് തരാറുണ്ട്, അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയാറുണ്ട് കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലാതാണെങ്കിൽ എല്ലാമെന്ന് തന്നെ പറയും. പിന്നെ ആൾ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാനിതിങ്ങനെ കൈ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഫോൺ സ്റ്റാൻഡ് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതിനി എപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നടക്കുമ്പോൾ നടക്കട്ടെ. അപ്പം അങ്ങനെയാണ്. പിന്നെന്താ, അപ്പം എനിക്ക് വാച്ച് അവർ കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് എന്താ തോന്നുന്നത് അതൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ ലോഗരിതത്തിൽ അൽഗോരിതത്തിൽ പെടുന്നതായിരിക്കണം നമ്മൾ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ആളുകൾ ഞാനിടുന്ന ഷോർട്ടാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും കൂടുതൽ ആളുകൾ ഏതാണ് കാണുന്നത് നോക്കിയിട്ട് അതാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ എനിക്കാണെങ്കിൽ എല്ലാം ചെയ്യണമെന്നാണ് താല്പര്യമാണ്. കഥയും കവിതയും സിനിമാ പാട്ടും അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുള്ള വീഡിയോസൊക്കെ എല്ലാം കൂടി ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം എന്തായാലും എനിക്ക് വാച്ച് അവർ കുറവാണ് ഫ്രണ്ട്സ്, നല്ല കുറവാണ്. അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പം ഞാനൊരു പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ആരും ഓടിപ്പോകരുതേ. നമ്മുടെ വീട്ടിലേക്ക് മൂളിപ്പാട്ട് പാടില്ലേ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നമ്മൾ ക്ലാസ്സിൽ കുറേ കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ചേരാമെന്ന് പറഞ്ഞ് അങ്ങനെ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ എനിക്ക് നമുക്ക് ഇന്നതിൽ ചേരാട്ടോ അല്ലെങ്കിൽ നീ ചേരുമെന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാരും ഇല്ല, കൂടെയുള്ള ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പേടിയായിരുന്നു മൈക്കിന് മുമ്പിൽ പാട്ട് പാടാനൊക്കെ. എനിക്കന്ന് പേടിയായിരുന്നു, അന്നൊക്കെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് കിട്ടാത്ത നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ സാധിക്കുന്നത്. എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അച്ഛമ്മയാണ് എല്ലാവിടേക്കും എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ചുങ്കമന്നം എന്ന് പറയും, അവിടെ സിനിമ തിയേറ്ററുണ്ട്. അപ്പം മാറി മാറി വരുന്ന സിനിമയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അതുപോലെ ഉത്സവങ്ങൾക്ക്, അതുപോലെ തന്നെ വിരുന്നിനെയൊക്കെ എന്നെ എല്ലാവിടേക്കും കൂട്ടിക്കൊണ്ട് പോയത് എൻ്റെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ അതുപോലെയൊക്കെ ആകാറുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ യൂട്യൂബ് ചാനലിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഒത്തിരി കഴിവുള്ള ഒരുപാട് ആളുകൾ കാണുന്നില്ലെങ്കിലും 2 പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അതിലൊരു ലൈക്ക് കിട്ടുന്നുണ്ട്, ഒരു കമൻറ്റ് കിട്ടുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു സന്തോഷം തോന്നും, നല്ല രീതിയിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ
ഞാനെന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. ഫ്രണ്ട്സ് എന്തൊക്കെയോ പറഞ്ഞതിന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും. എനിക്ക് പെട്ടെന്ന് ചോറും കറിയൊക്കെ വെക്കണം. അനിയനും പണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ വെക്കാൻ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പാട്ട് പാടിയിട്ട് നിർത്തുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അഭിപ്രായം പറയണം, സപ്പോർട്ട് ചെയ്യണം. മിന്നാമിനുങ്ങിൻ വെട്ടം പൊന്നെ മതി എന്നുള്ളിൽ നിന്നെ കീനാവിൻ കാണാനായി കണ്ണിൽ നാം കാണും നേരത്ത് കന്നിപ്പൂക്കാലം വന്നെത്തും കുന്നോളം പൂവുമായി മിന്നാമിനുങ്ങിൻ വെട്ടം പൊന്നെ മതി എന്നുള്ളിൽ നിന്നെ കീനാവിൻ കാണാനായി ഒരു പിരിപ്പൂവുമായി കാത്തിരിക്കുന്നിതാ തൊടിയിലെ പൊന്നരളി ഓ കുളി കഴിഞ്ഞെത്തും കാമിനി നിൻ വാർമുടി പീലിയിൽ ചൂടിക്കുവാൻ ഇന്നോളം നാം കണ്ട പൂവെന്നും പൂവല്ല മണ്ണിൻ്റെ താരുണ്യ പൂവനമേ കുറുമുഴി മുല്ലകൾ താലമേന്തുമീ അലർച്ചര മണ്ഡപത്തിൻ ഓ നറുതിരി പോലെ നീ തെളിയൂ എൻ്റെ ആഗമം മൺവിളക്കിൻ ഇന്നോളം പെയ്യാത്ത കാർമുകിൽ മാലകൾ വിണ്ണോരം ചായുന്നു തോർന്നൊഴിയാൻ മിന്നാമിനുങ്ങിൻ വെട്ടം പൊന്നെ മതി എന്നുള്ളിൽ നിന്നെ കീനാവിൻ കാണാനായി തമ്മിൽ നാം കാണും നേരത്ത് കന്നിപ്പൂക്കാലം വന്നെത്തും കുന്നോളം പൂവുമായി ഓ ശരി കേട്ടോ നിർത്തുകയാണ്. അപ്പം നിങ്ങൾ അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.